എമർജൻസി കിറ്റ് തയ്യാറാക്കി എപ്പോഴും കയ്യിൽ കരുതുക. എമർജൻസി കിറ്റ് സംബന്ധിച്ച വിവരങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ www.sdma.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. കിംവദന്തികൾ പരത്താതിരിക്കുക. കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ബോട്ട്, വള്ളം, വല എന്നിവ സുരക്ഷിതമാക്കുക. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലകൾ കൊളുത്തിട്ട് സുരക്ഷിതമാക്കുക. വാതിലുകളും ഷട്ടറുകളും അടയ്ക്കുക. മരങ്ങൾ ഒടിഞ്ഞു വീഴാതിരിക്കുവാൻ കോതിയൊതുക്കുക. വളർത്തുമൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. തീവ്രമായ മഴ, കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയുടെ സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളെ കെട്ടിയിടാതെയും കൂട്ടിലടച്ചിടാതെയും ഇരിക്കുക. അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അറിയുന്നതിനായി വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾ, വയോധികർ, കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, UPS, ഇൻവെർട്ടർ എന്നിവയിൽ ആവശ്യമായ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ മരങ്ങൾ, വൈദ്യുത പോസ്റ്റുകൾ, കടൽ, ജലപ്രവാഹം എന്നിയിടങ്ങൾ ഒഴിവാക്കുക. ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതും ചിത്രങ്ങൾ പകർത്തുന്നതും ഒഴിവാക്കുക. ക്യാമ്പിലേക്ക് മാറേണ്ട സാഹചര്യം വന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സർക്കാർ തയ്യാറാക്കിയ ക്യാമ്പുകളിലേക്കോ ബന്ധുക്കളുടെ വീടുകളിലേക്കോ എമർജൻസി കിറ്റുമായി മാറുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ www.imdtv.gov.in എന്ന വെബ്സൈറ്റിലോ നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. അടിയന്തര സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി 1077 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.